ഹായ് ഗൈസ്, അപ്പോൾ ഇന്നൊരു മാങ്ങാച്ചാർ ഇടുന്ന നോക്കിയാലോ. എൻ്റെ അമ്മ ഇടുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് നല്ലെണ്ണ ഒഴിക്കണം. അച്ചാറൊക്കെ എപ്പോഴും നല്ലെണ്ണയിലാണല്ലോ ഉണ്ടാക്കുന്നത്. അതിനുശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കേണ്ടത് എപ്പോഴും നല്ലതാണ്. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനൊരു കളർ ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത പൊടികൾ ആഡ് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത് മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് കായപ്പൊടിയും പിന്നെ ഉലുവാപ്പൊടിയും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കായൊക്കെയാണ് ഒരു ഫ്ലേവർ കൊടുക്കുന്നത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആയതിന് ശേഷം അതിലോട്ട് കുറച്ച് വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്, ഒരു പുളിപ്പിനൊക്കെ വേണ്ടി. അച്ചാറാകുമ്പോൾ പുളിപ്പും കൂടെ വേണമല്ലോ. അതിനുശേഷം നമ്മൾ കടുക് ജസ്റ്റ് ഒന്ന് ഇടികല്ലിലിട്ടൊന്ന് ചതച്ചതാണ്. അത് ഞാൻ ഇട്ടിട്ട് ശരിയായില്ലെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ വീണ്ടും തട്ടുന്നുണ്ട്. അതും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വരണം. അപ്പോഴത്തേക്കും നല്ലൊരു ഡ്രൈ ആയിട്ടുള്ളൊരു അച്ചാർ കിട്ടും. ചോറിനോടൊക്കെ ഇത് മാത്രം മതി ഗൈസ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.